ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഡേ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സുബഹി നിസ്കാരവും പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ ശേഷം പുറത്ത് കുറച്ച് നേരം ഇരുന്ന ശേഷം കേട്ടോ ഞാൻ പിന്നെ അടുക്കളയിലേക്ക് വന്നത്. അപ്പോൾ ഈ രാവിലെ തന്നെ കുറച്ച് നേരം ഇങ്ങനെ പുറത്ത് പോയി ഇരുന്നാൽ മനസ്സൊന്ന് റിലാക്സ് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്കത് നല്ല ആ ഒരു ദിവസം നല്ല പോസിറ്റീവായിട്ട് നമുക്ക് ഏത് കാര്യവും നമുക്ക് ചെയ്യാനും തോന്നും. പിന്നെ അതുമാത്രമല്ല, പുറത്തിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ആ ഒരു മൈൻഡിൽ നിന്ന് തന്നെ അത് ഒരു ഫ്രീ ആയി കിട്ടും. അപ്പം അങ്ങനെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. കാരണം രാവിലെ എന്ന് വെച്ചാൽ ഒരു സൈലൻ്റ് അല്ലേ, അപ്പം നമുക്കതൊരു നല്ലൊരു ഫീലായിരിക്കും രാവിലെ നമുക്ക് തരിക. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് നേരെ കുറച്ച് ഇരുന്ന ശേഷം കേട്ടോ പിന്നെ അടുക്കളയിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ പിന്നെ വന്നപ്പാടന്നെ ചായക്കുള്ള വെള്ളം വെച്ചു. അപ്പം ചായ തിളക്കുന്ന സമയം കൊണ്ട് പിന്നെ ഉച്ചത്തേക്ക് ചോറിനുള്ള വെള്ളം കൂടി വെക്കണം. അപ്പം ഇത്തിരി വേവില്ല അരിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ ചോറിന് ഉള്ള അരി ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, മോനിക്കിന്ന് സ്കൂളിൽ ലഞ്ചിന് ചോറാണ് കേട്ടോ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ചോറുള്ള കാര്യം കൂടി ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അങ്ങനെയുടെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ഇന്നത്തെ ഡേ ചായ കുടിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ചായക്കുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് അതിന് ബാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പോൾ പിന്നെ ചായ എല്ലാം കുടിച്ച് അതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കേട്ടോ കരുതുന്നു. കുറേ നാളായി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും മുട്ടക്കറിയും ആക്കാമെന്ന് കരുതി. അപ്പം ചപ്പാത്തിക്ക് വേണ്ട പൊടിയെല്ലാം എടുത്തിട്ട് അതൊന്ന് കുഴച്ച് വെച്ചിട്ട് പിന്നെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ചപ്പാത്തിയെല്ലാം ചുട്ട് കഴിഞ്ഞിട്ട് അപ്പം പിന്നെ ഞാൻ മുട്ടക്കറിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുട്ടക്കറിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് മൂപ്പിച്ച ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളി വഴറ്റിയ ശേഷം ഞാൻ അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ചിക്കൻ മസാല കുറച്ചും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയ ശേഷം പിന്നെ ഞാൻ മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാട്ടോ ഉണ്ടാക്കാറ്. അങ്ങനെ മുട്ട വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഉച്ചത്തേക്കുള്ള കാര്യം കൂടി നോക്കണം. അപ്പം ഞാൻ വലിയ പയറില്ലേ, മമ്പയർ, അത് ഞാൻ ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സോക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനത് ഇതിലേക്ക് ഉരുളക്കിഴങ്ങും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്.
അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് അറിയുമ്പോൾ നമുക്ക് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ സോക്ക് ചെയ്താൽ അത് പെട്ടെന്ന് സോക്ക് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ ഞാനത് പയറും അതിന് വേണ്ട കട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്ന് കുക്കറിലിട്ട ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചത്തേക്ക് വറവിന് വേണ്ട കാര്യങ്ങളും കൂടി ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വെണ്ടക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്ന് വെച്ച് തന്നെ ഇന്ന് ഉച്ചത്തേക്ക് വറവാക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനങ്ങനെ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ കുഞ്ഞുമത്തി കിട്ടിയിട്ടുണ്ടായിനി. അപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഞാൻ ഇന്ന് മസാല പുരട്ടിയിട്ട് അത് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് വേവുന്ന മീൻ പൊരിച്ചതാവുന്ന സമയം കൊണ്ടും പിന്നെ കുക്കറും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഉച്ചത്തേക്കുള്ള വറവിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പം അതിൻ്റെ ഇടയിൽ വേറെ ജോലിയൊന്നും ചെയ്യും. പിന്നെ നമ്മൾ കിച്ചൺ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ കിച്ചണത്തെ കാര്യങ്ങൾ മാത്രം നോക്കുക. അതിൻ്റെ ഇടയിൽ അടിക്കാൻ പോക്കോ ഒന്നും നടക്കണ്ട. കാരണം അത് കൂടി ആകുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ജോലി ഫിനിഷ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ കിച്ചണിലാണ് ഫസ്റ്റ് ജോലി തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ഫുള്ള് ഫിനിഷായ ശേഷമേ മറ്റൊരു ജോലിയിലേക്ക് നമുക്ക് കടക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കിച്ചൺ ചെയ്യുന്നതിൻ്റെ സമയത്ത് കിച്ചൺ ക്ലീനാക്കി കിച്ചണത്തെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ക്ലീനിങ് പരിപാടിയിലേക്ക് കടക്കല്ലൂ കേട്ടോ. അപ്പോൾ ഇവിടെ പയർ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കടുകിട്ട് ഒന്ന് വറുത്തെടുക്കണം. അങ്ങനെ നമ്മളെ പയർ കറിയെല്ലാം വെന്ത് വന്നിട്ടുണ്ടായിനി. അപ്പോൾ ഞാനൊന്ന് വറവിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചത്തേക്കുള്ള കറിയും കാര്യങ്ങളെല്ലാം അതിന് വറവും കൂടി ആയെങ്കിൽ അങ്ങനെ എപ്പോഴും ഉള്ള പോലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി പാത്രമെല്ലാം കഴുകി കഴിഞ്ഞാൽ തന്നെ കിച്ചണത്തെ കുക്കിംഗ് പരിപാടിയും ക്ലീനിങ് പരിപാടിയും കഴിഞ്ഞ് കാരണം കൗണ്ടർ ടോപ്പ് കാര്യങ്ങളെല്ലാം തുടച്ച ശേഷം കേട്ടോ ഞാൻ ഈ പാത്രം കഴുകൽ. അപ്പം എൻ്റെ കുക്കിങ്ങും
മറ്റേ കിച്ചൺ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം ആദ്യം തന്നെ ഞാൻ റൂമിലത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം ഒന്ന് നേരെ വിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഫുള്ളായിട്ടൊന്ന് അടിച്ച് വാരണം. അപ്പോൾ ഞാൻ റൂം, ഹോള് എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയിൽ അടിച്ച് വാരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് തുടക്കുന്നില്ല കേട്ടോ, കാരണം ഞാൻ ഇന്നലെ തുടച്ചിന്, അതുകൊണ്ട് കാര്യമായിട്ടുള്ള കച്ചറ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കിച്ചൺ ഞാൻ ഡെയിലി തുടച്ചിടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.